ഹലോ ഗേസ് ബെറ്റ് മൈ ചാനൽ മിന്നുകുട്ടി വ്ളോഗ്. പിന്നെ ഒരു മിനി വ്ളോഗാണ്. വേറൊന്നല്ല, എൻ്റെ ഉമ്മച്ചിയുടെ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കടയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ച് പട്ടിഷയൊക്കെ കാണിക്കുന്നതേ ഉള്ളൂ. ഇവിടെ വേറൊരു കളി ഒരു ഹായ് പറയാൻ പറഞ്ഞ ഇവൻ പറയൂലതേ കണ്ടപ്പോൾ പറഞ്ഞു. റോട്ടിലൊക്കെ നോക്കി കുറ്റി മറിച്ച് കിടക്കുന്ന അവൻ ദാ അവിടെ കിടന്ന് കളിക്കുന്ന കളിയാണ് കളി. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വിട്ടു. നമ്മൾ നേരെ പോണത് ഒരു നൊസ്റ്റാൾജി വൈബ് അടിക്കാത്തൊരു ചായ കുടിക്കാനാണ്. അപ്പം നോക്കിയിട്ട് ഇവിടെ ഇതൊരു ചായക്കട പോയിട്ടൊരു കട പോലില്ല, ഉണ്ട് പക്ഷെ മൊത്തം ഒരു ഇതില്ല, ഇത് വൈബ് കിട്ടുന്ന കടയില്ല. അപ്പോൾ നമ്മൾ വൈബ് കിട്ടുന്ന കട ഉണ്ടോ എന്നിങ്ങനെ നോക്കി പോവാണ്. അപ്പോൾ നമ്മളിങ്ങനെ ലൈറ്റും കൂടി നോക്കാമെന്ന് വെച്ചാൽ നമ്മൾ സത്യത്തിൽ ഇതിന് വേണ്ടിയായിട്ട് ഇറങ്ങിയതല്ല. ഇതെന്ന് വെച്ച് എല്ലാവരും ഉണ്ടല്ലോ, നമുക്ക് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാം. അങ്ങനെ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് പോവുകയാണ്. കണ്ടില്ലേ, കുറേ ലൈറ്റ് ഉണ്ടായിരുന്നു. ഇവനാണെങ്കിൽ അതൊക്കെ നോക്കണം. ഇവിടെ കളി ചിരി അത് തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. പൂജ എല്ലാം ഉണ്ട്. നമ്മൾ ബ്ലോക്ക് വന്നു, കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. രാജകുമാരി ഡേ ടു ഡേ എന്നൊക്കെ പറയുന്നേ പേരൊക്കെയോ പേര്. അങ്ങനെ വലിയ ലൈറ്റൊക്കെ കണ്ടു വലിയ ലൈറ്റിൽ അങ്ങനെ ലൈറ്റിങ് കാര്യങ്ങളും കണ്ട് ഇവിടുത്തെ പിള്ളേർക്ക് ഭയങ്കര ഒരിതാണ്. ലൈറ്റൊക്കെ നോക്കുകയാണ്. ഇവിടെ നോക്കിയിട്ട് മുഴുവൻ മയൂരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കിയിട്ട് മുഴുവൻ ലൈറ്റ് കടസൊക്കെ ഉള്ളൂ കേട്ടോ. മയൂരി, രാജകുമാരി, രാമേന്ദ്രൻ, അങ്ങനെ പല കളർ കടസ്. അപ്പോൾ നമുക്ക് അതിലേത് കടയാണ് നല്ലതെന്നോ ഒരു ചായക്കടയ്ക്ക് വേണ്ടിയാണ് ഗേസ് നമ്മൾ ഇങ്ങി വരെ വരുന്നത്. പിന്നെ വെറ്റ്ലാൻഡ് അങ്ങനെയെല്ലാം ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തത്. ആ ഡ്രസ്സാണ് അവിടെ തയ്ക്കാനും കൊടുത്തത്. പിന്നെ നമ്മൾ 11 ഒരു ഐസ്ക്രീം വാങ്ങാൻ ന്യൂട്രസിൽ നിന്ന് എടുത്ത്. അങ്ങനെ നമ്മളെല്ലാവരും ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങി. എനിക്ക് ഏത് ഫ്ലേവറായാലും കുഴപ്പമില്ല. അതെ, ന്യൂട്രസ് എന്നാണ്. നമ്മളിവിടെ നിന്നാണ് ഐസ്ക്രീം വാങ്ങുന്നത്. ഐസ്ക്രീം എത്തി ഒരു അടിയാണ് അവിടെ. അങ്ങനെ എനിക്കങ്ങനെ അടി പിടിച്ച് കിട്ടി ഒരെണ്ണം. ഞാൻ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എനിക്ക് കിട്ടിയത് മാംഗോ ആണ് കേട്ടോ. ഞാൻ കിട്ടിയ പാടെ തന്നെ തിന്നു കേട്ടില്ലേ. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മരുന്നൊക്കെ നമുക്കതല്ലേ പണി. നമുക്ക് എന്ത് കിട്ടിയാലും മറ്റുള്ളവർക്കുണ്ടെങ്കിൽ അത് നക്കിയാലേ പറ്റും, പ്രത്യേകിച്ച് ഉമ്മമാരേന്ന് അല്ലേ. അവനെന്ത് തച്ചിമിനേറ്റ് വാതിൽ തുറന്ന് പുറത്തോട്ടൊക്കെ ഇരുന്ന് നക്കാൻ തുടങ്ങിയ അവിടെ വന്ന് പൊട്ടിച്ചത് പോലുമില്ല. അങ്ങനെ നമ്മൾ പിന്നെ രണ്ടാമത്തൊക്കെ ഓർഡർ കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ 20ൻ്റെ എടുത്താൽ 10ൻ്റെതും ഉണ്ട് ഇവിടെ. എൻ്റെ മീശയൊക്കെ വളർന്നു. അവനാണെങ്കിൽ കോക്കറിയും കൂടി കാണിക്കുക എന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെയും കാണിച്ചു. അങ്ങനെ വെച്ച് വീട്ടിൽ വന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.